ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനൊപ്പം മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ മോഹിനി കിടന്ന് പാടുപെടുകയാണ്. ആ കല്ലിൽ അലക്കണം, അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കണം. നമ്മുടെ പവിത്രയ്ക്കാണെങ്കിൽ ഇതിൽ പരം സുഖം കിട്ടാൻ ഇനി വേറെ ഒന്നുമില്ല, ഇതിൽ പരം എന്തു വേണം. പക്ഷേ നമ്മുടെ പവിത്രയ്ക്ക് അറിയില്ലല്ലോ, ഇതിനിടയിൽ നിന്ന് നമ്മുടെ കനകമ്മ കളിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കളിയാണ്. കനകമ്മ തന്നെ നമ്മുടെ പവിത്രയെ അവിടെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്തും. ലാസ്റ്റ് നമ്മുടെ കനകമ്മ കൈ ഒഴിയുകയും ചെയ്യും. ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതേ സമയത്താണെങ്കിൽ ആ ഒരു മീറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രാക്ടീസ് ഒക്കെ ചെയ്യണം നന്ദുമോന്. നമ്മുടെ നന്ദുമോനെ ആണെങ്കിൽ വിടുന്നുമില്ല നന്ദയുടെ അടുത്തേക്ക്. പക്ഷെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് ആരാ? നമ്മുടെ ഗൗതം. ഏതായാലും ഗൗതം ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. ഇനി നന്ദയുടെ അടുത്തേക്ക് തന്റെ കുഞ്ഞിനെ വിടാൻ തനിക്ക് താല്പര്യമില്ല എന്നും, അതുപോലെ തന്നെ പ്രാക്ടീസ് കൊടുക്കാൻ തനിക്ക് കഴിവുണ്ട് എന്നും, താനൊരു പോലീസ് ഓഫീസറാണ്, അതുകൊണ്ട് തനിക്കുള്ള കഴിവ് കൊണ്ട് തന്റെ കുഞ്ഞിനെ ഈ മീറ്റിൽ പങ്കെടുപ്പിച്ച് തന്റെ കുഞ്ഞിനെ വിജയിപ്പിക്കൂ എന്നൊക്കെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ട് നമ്മുടെ ഗൗതം പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞ് വീഴുകയാണ് കേട്ടോ. ഒരു പ്രാക്ടീസിന്റെ ഒക്കെ ഇടയിൽ ഒരു 100 വീഴ്ചയൊക്കെ വീഴും, അത് സ്വാഭാവികമാണ്. വീഴാതെ ആരും ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല. എങ്കിൽ പോലും നമ്മുടെ കുട്ടിയാകുമ്പോൾ, കാല് വയ്യാത്ത കുട്ടിയാകുമ്പോൾ പ്രത്യേകിച്ച് വീഴുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടി ചെന്ന് എടുക്കും. അതുപോലെ തന്നെ നമ്മുടെ പിങ്കി ഈ പ്രാക്ടീസ് ചെയ്യിക്കുന്നതിനിടയിൽ ഓടിപ്പോയി കുട്ടീനെ എടുക്കുകയാണ്. അങ്ങനെ കുട്ടീനെ എടുത്തു, കുട്ടി വന്ന് വീണു. നമ്മുടെ ഗൗതം നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ആ കുട്ടിയുടെ ബ്രേസ്ലെറ്റ് ഒക്കെ അഴിച്ച് വെപ്പിച്ച് ഓടിപ്പിച്ചൊക്കെ നോക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ ഓട്ടത്തിൽ തന്നെ ആ കുട്ടി വീണ ഉടനെ തന്നെ നമ്മുടെ പിങ്കി പോയി കുട്ടീനെ എടുത്തതും ഗൗതം പറഞ്ഞു, നീ എന്തിനാ പിങ്കി ഇപ്പൊ വന്ന് അവനെ എടുത്തത്? അവൻ തന്നെ ഇങ്ങനെ വീണല്ലേ പഠിക്കണത്, അവൻ വീണ് കഴിഞ്ഞാൽ അവൻ തന്നെ എണീറ്റ് ഓടണം. ഇനിയിപ്പോ ആ റേസിന്റെ ഇടയിൽ അവൻ വീണ് കഴിഞ്ഞാൽ അവൻ തന്നെ എണീറ്റ് ഓടണ്ടേ, അതുകൊണ്ട് പിങ്കി വേണ്ടായിരുന്നു, അവനെ നീ പിടിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിങ്കി പറഞ്ഞു, പിന്നെ എന്റെ മോൻ വീഴുന്നത് നോക്കി നിൽക്കണം എന്നാണോ ഗൗതം പറയുന്നത്? വേണ്ട, അവന്റെ കാല് വേദനിക്കില്ലേ? എന്താ ഗൗതം ഈ കാണിക്കുന്നത്? ഒരു ഡോക്ടറിന്റെ സമീപമുള്ള സമയത്താണെങ്കിൽ കുഴപ്പമില്ല, ഇപ്പൊ ഇവിടെ ഒരു ഡോക്ടർ പോലും ഇല്ല. ഇപ്പൊ നമ്മൾ തന്നെയല്ലേ കുട്ടീനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. ഇതിനിടയ്ക്ക് കുട്ടിക്ക് വീണ അവന്റെ കാലിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? നന്ദ പക്ഷെ അതുപോലെയല്ല, എല്ലാ ട്രീറ്റ്മെന്റും അറിയാവുന്ന ഒരു ഡോക്ടറാണ്. അതുകൊണ്ട് നന്ദയുടെ അടുത്ത് പ്രാക്ടീസ് ചെയ്യിക്കുന്നത് പോലെ ഇവിടെ ചെയ്യിക്കാൻ നോക്കല്ലേ ഗൗതം, ഞാൻ കാല് പിടിക്കാം, എന്റെ കുഞ്ഞിനെ നിങ്ങൾ ഇങ്ങനെ ഇട്ട് വട്ടം ചുറ്റിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കിയാണ് അപ്പൊ തന്നെ എടുത്തോണ്ട് പോയി ആ ഒരു ബ്രേസ്ലെറ്റ് ഒക്കെ ഇടിപ്പിച്ച് നടത്തിപ്പിക്കുവാണ്. ഏതായാലും ഈ സമയത്ത് കുട്ടിക്കാണെങ്കിൽ ഭയങ്കര നിരാശ. നന്ദുമോൻ പറഞ്ഞു, എന്താ അമ്മ ഇത്, എനിക്ക് ഓടാൻ പറ്റില്ലേ, എനിക്ക് റൈസിങ്ങിൽ പങ്കെടുക്കാൻ പറ്റില്ലേ, പങ്കെടുത്താൽ ഞാൻ തോറ്റു പോവോ? എനിക്കറിയാം ഞാൻ തോറ്റു പോകും, അത് ഉറപ്പാ. എന്നെ നന്ദ ഡോക്ടർ, അതായത് ഡോക്ടർ ആന്റി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ വീടില്ലായിരുന്നു. ഡോക്ടർ ആന്റി എന്റെ അടുത്ത് നിന്നാ മതി, ഡോക്ടർ ആന്റി ഗൗരിമോളും എന്റെ അടുത്ത് നിന്നാൽ ഞാൻ ഒരിക്കലും വീഴില്ല, അത് ഉറപ്പാ. അവരില്ലെങ്കിൽ ഞാൻ വീഴും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാ. അതുകൊണ്ട് ഡോക്ടർ ആന്റിയുടെയും ഗൗരിമോളുടെ അടുത്ത് വിടാൻ പറ, എന്നെ അങ്ങോട്ടേക്കൊന്ന് കൊണ്ടാക്കാൻ പറ. അവിടെ പോയാലേ എനിക്ക് ജയിക്കാൻ പറ്റൂ, ഡോക്ടർ ആന്റി എന്റെ അടുത്ത് ഇല്ലെങ്കിൽ ഞാൻ തോറ്റു പോകുന്നു പറഞ്ഞ് ആ കുട്ടി കിടന്ന് കരയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കി പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ മോനെ, ഞാൻ പരമാവധി നിന്റെ അപ്പയോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നിന്റെ അപ്പ അതൊന്നും കേൾക്കുന്നില്ല. നിന്റെ അപ്പക്ക് ഇപ്പോഴും എന്താന്ന് എനിക്ക് അറിയില്ല. നിന്റെ അപ്പയോട് പറയുന്നതിനൊരു പരിധിയില്ലേ? അമ്മ കുറെ പറയുന്നത് മോൻ കണ്ടതല്ലേ, പക്ഷെ അതിനൊന്നും സമ്മതിക്കുന്നില്ല എന്നിങ്ങനെ പറയാം. അപ്പൊ ഈ കുട്ടിയും, അതായത് നമ്മുടെ നന്ദുമോനും പിങ്കിയും കൂടെ സംസാരിക്കുന്ന കണ്ടിട്ട് ഗൗതം വന്ന് ചോദിച്ചു, എന്താ പിങ്കി നിനക്ക് വേണ്ടത്? ഇപ്പൊ ഞാന് കുട്ടീനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഇല്ല, ഒരിക്കലും ഈ മീറ്റിൽ ഇവൻ പങ്കെടുത്തില്ലെങ്കിലും നന്ദയുടെ അടുത്തേക്ക് കീഴിൽ പ്രാക്ടീസിനായിട്ട് ഞാൻ ഈ കുട്ടീനെ പറഞ്ഞയക്കില്ല. ആ തീരുമാനം തന്നെയാണ്. പക്ഷെ കുട്ടിയുടെ കാലിൽ ചെറിയ വേദനയും ഇങ്ങനെ പെയിൻ ഒക്കെ വരികയാണ് കേട്ടോ. ഒന്ന് വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും, അതായത് ഒന്ന് ഓക്കെ ആക്കിക്കൊണ്ട് വന്നതായിരുന്നു നമ്മുടെ നന്ദ. അപ്പം വീണ്ടും വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടിക്ക് പെയിൻ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സത്യത്തിൽ നമ്മുടെ നന്ദയെ ആശ്രയിക്കാതിരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെ നമ്മൾ ഗൗതം കടന്നു പോയിട്ടും ഗൗതമിന്റെ വാശി ജയിക്കാൻ വേണ്ടി ഗൗതം ആ കുട്ടീനെ അങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല, നന്ദയുടെ അടുത്തേക്ക് വിടുന്നില്ല. പിന്നെ നമ്മുടെ ഗൗതവും പിങ്കിയും തമ്മിലുള്ള അടിയും ബഹളവും ഒക്കെ തന്നെയാണ്. പിങ്കിക്കാണെങ്കിൽ നന്ദയുടെ അടുത്തേക്ക് കുട്ടീനെ ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ടുപോകും, നിങ്ങളുടെ വാശി ജയിക്കാൻ വേണ്ടി എന്റെ കുട്ടിയുടെ ജീവൻ ഞാൻ പണയം വെക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കിയും ഗൗതമും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഗുസ്തി ബഹളമൊക്കെ ആവാണ്.
ആ ഒരു സമയത്താണ് നമ്മുടെ ലക്ഷ്മി വരികയും നിങ്ങൾ എന്താ മക്കളെ ഈ കാണിക്കുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരുന്ധതിയടത്തി പറഞ്ഞത് ശരിയാ, നന്ദ വന്നതിൽ പിന്നെ വീണ്ടും നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണല്ലോ. നിങ്ങൾ ജീവിച്ചത് നന്ദുമോന് വേണ്ടിയല്ലേ, വീണ്ടും നന്ദുമോന് വേണ്ടി നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ജീവിച്ചാൽ എന്താ? ഇതിപ്പം വല്ലാത്ത പൊല്ലാപ്പിലാണല്ലോ. അവളൊരു ഒരുത്തി കാരണം അവൾ ഈ വീട്ടിൽ കാലെടുത്ത് വെച്ച് കുത്തി അന്ന് സമാധാനം പോയതാ, വീണ്ടും ഇപ്പൊ അതേപടി തന്നെ നടക്കുക, സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്റെ ഈശ്വര, ഇത് എവിടെ ചെന്ന് അവസാനിപ്പിക്കുവോ എനിക്കറിയില്ല. മോനെ ഗൗതം, നീ ഒന്ന് സമാധാനപ്പെട്. നീ നിന്റെ മകനെ സ്നേഹിക്കുന്നുണ്ട്, അതെനിക്കറിയാം. പക്ഷെ നീ നിന്റെ മകനെ സ്നേഹിക്കുന്ന പോലെ നീ നിന്റെ ഭാര്യയും സ്നേഹിക്ക്. നീ എന്തിനാ ഇതുപോലെ വാശി കാണിക്കുന്നത്? ഇതുപോലെ വാശി കാണിച്ചു കഴിയുമ്പോഴാണ് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നിന്റെ മനസ്സിലുണ്ടെന്ന് തോന്നുന്നത്. എന്തെന്റെ മനസ്സിലുണ്ടെന്ന് അമ്മ പറഞ്ഞത്? എന്റെ മനസ്സിലൊന്നുമില്ല, എന്റെ മനസ്സിൽ യാതൊന്നുമില്ല. ആരെക്കുറിച്ചുള്ള ചിന്തയും വിചാരവും ഒന്നും എന്റെ മനസ്സിലില്ല. അപ്പൊ പിങ്കി പറഞ്ഞു, അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഗൗതം മനസ്സിലാകും. ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ, 5-6 വർഷമായിട്ട് ഗൗതമിന്റെ ഭാര്യ അല്ലെങ്കിലും ഗൗതമിന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ട് ഞാൻ ജീവിക്കുന്നുണ്ടല്ലോ. അപ്പൊ മുതൽ എനിക്കറിയാം ഗൗതമിന്റെ മനസ്സിൽ എന്തുണ്ടാകുമെന്നും എന്തുണ്ടാകില്ല എന്നും. ഗൗതം എപ്പം മുതലാ ഇങ്ങനെ ആയതും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അന്ന് ആ കൗൺസിലർ വന്ന് നന്ദയെക്കുറിച്ച് പറഞ്ഞ ഓരോ വാക്കുകൾ കേട്ടിട്ടല്ലേ ഗൗതം ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തിന്? ഇപ്പം നന്ദ ഒരു ഡോക്ടർ മാത്രമാണെങ്കിൽ എന്തിനാ ഗൗതം നന്ദയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത്? നന്ദ എന്തോ ചെയ്തോട്ടെ, അവൾ എങ്ങനെയോ ജീവിച്ചോട്ടെ. ഇതിപ്പം അതൊന്നുമല്ല, എനിക്കറിയാം. അതെന്തെങ്കിലും ആട്ടെ, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ചികഞ്ഞന്വേഷിക്കാൻ വരുന്നില്ല. പക്ഷെ എൻ്റെ കുട്ടിയുടെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കണം. അവനെ മീറ്റിൽ പങ്കെടുപ്പിച്ചേ പറ്റൂ. അപ്പൊ നമ്മുടെ ഗൗതം പറയുന്നുണ്ട്, പിങ്കി നീ സമാധാനപ്പെട്ട്, ഞാൻ പറഞ്ഞല്ലോ മീറ്റില് മോൻ പങ്കെടുക്കും, എൻ്റെ മോനാണെങ്കിൽ മീറ്റിൽ പങ്കെടുക്കുക തന്നെ ചെയ്യുമെന്ന്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ ഗൗരിമോള് ഭയങ്കര പ്ലാനും പദ്ധതിയിലും ഒക്കെയാണ്. അപ്പൊ ഈ ഗൗരിമോളും നന്ദുമോനും കൂടി ചേർന്ന് നേരത്തെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിരുന്നല്ലോ, ഒരു പ്ലഗ് കാർഡ് ഉണ്ടാക്കിയിട്ട് എൻ്റെ അച്ഛൻ ആര്, ഞാൻ അനാഥനാണ്, എൻ്റെ അച്ഛനും അമ്മയും ആര് കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു ചെറിയൊരു സമരം പോലെ സംഘടിപ്പിക്കുക. കുട്ടികളുടെ ഇടയിലുണ്ടായ ആ ഒരു ചിന്തയാണ്. അപ്പൊ അത് നമ്മുടെ ഗൗരിമോളുടെ മനസ്സിൽ ഇപ്പോഴും ഇരിക്കണം. അപ്പൊ ഗൗരിമോളാണെങ്കിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ അനാഥനാണ്, എൻ്റെ അച്ഛൻ ആര്, എൻ്റെ അമ്മ ആര്, എൻ്റെ അച്ഛനെ അറിയുന്നവരുണ്ടോ, എൻ്റെ അമ്മയെ അറിയുന്നവരുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഒരു പ്ലക്കാർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് ചെല്ലുക. അപ്പൊ നന്ദ ചോദിച്ചത്, എന്താ ഗൗരിമോളെ, നീ ഇതെന്ത് കോപ്പായി കാണിക്കുന്നു? നീ എന്താ ഗൗരിമോളെ, നീ അനാഥയല്ലല്ലോ, നീ പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതെ, അച്ഛനും അമ്മയും ഇല്ലെങ്കിലല്ലേ അനാഥ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നിനക്ക് അമ്മയായി ഞാനുണ്ട്, പിന്നെ നീ എന്തിനാ അനാഥയാകുന്നത്? നീ എങ്ങനെ അനാഥയാകും? ഞാൻ നിന്നെ അനാഥ എന്ന് പറയുന്ന വാക്ക് പോലും പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഗൗരിമോള് പറയാ, അതെ ഇത് നന്ദമോൾക്കല്ല, ഇത് ഗൗരിമോനാ, ഇത് ഗൗരിമോന് കൊടുക്കാനുള്ള പ്ലക്കാർഡാ. അല്ല ഗൗരിമോൻ ഈ പ്ലക്കാർഡ് എന്തിനാ? അത് കഴിഞ്ഞ ദിവസം ഗൗരിമോൻ ഇവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞിരുന്നു, അവന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാന്ന് അവന് കണ്ടുപിടിക്കണമെന്ന്. അതവന്റെ ഒരു അവന്റെ ആഗ്രഹം കൂട്ടുകാരിയായി ഞാൻ സാധിച്ചു കൊടുക്കണ്ടേ? അപ്പൊ ഞാൻ അവന് പറഞ്ഞു കൊടുത്ത ഐഡിയ ആണ് ഇങ്ങനെ എഴുതി എല്ലായിടത്തും പോയി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും നിന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് എല്ലാവരും കണ്ടുപിടിക്കാൻ നിന്നെ സഹായിക്കുമെന്നും അങ്ങനെ നിന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാൻ പറ്റുമെന്നും. ഇതുപോലുള്ള മന്ദബുദ്ധിത്തരം എന്തിനാടി നീ ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കണത്? ഇതെങ്ങനെയാ മന്ദബുദ്ധിത്തരമാകുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ അമ്മയല്ലേ ഈ അമ്മ, എൻ്റെ അമ്മ ഈ അമ്മ അല്ലായിരുന്നുവെങ്കിൽ എൻ്റെ സ്വന്തം അമ്മ ഏതാന്ന് അന്വേഷിച്ച് ഞാൻ പോയില്ലായിരുന്നോ? അതുപോലെ എൻ്റെ അച്ഛൻ ആരാന്ന് എനിക്കറിയില്ല, പക്ഷെ എൻ്റെ അച്ഛൻ ആരാണെന്ന് ഞാൻ ആവർത്തിച്ച് അമ്മയോട് ചോദിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഗൗരിമോൻ അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. ഗൗരിമോൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഗൗരിമോന്റെ പപ്പയ്ക്കും അമ്മയ്ക്കും സങ്കടാകും അത്രേ. അപ്പൊ പിന്നെ ഇതല്ലേ വേറെ മാർഗമുള്ളൂ എന്ന് പറയാം. എന്നിട്ട് ഈ പ്ലക്കാർഡൊക്കെ വലിച്ചു കീറി നമ്മുടെ നന്ദ പള്ളെ കളയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്താണെങ്കിൽ ഇന്ദിവരം തറവാട്ടില് നമ്മുടെ മോഹിനി ആണെങ്കിൽ അലക്കി മടുത്ത് നാട്ടു ഒടിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അലക്കി മടുത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ ചെന്ന് ഇരുന്നപ്പോഴത്തേക്ക് ലക്ഷ്മി വന്നിട്ട് ചോദിച്ചു, എന്താ നിനക്ക് പറ്റിയത് മോഹിനി, നീ എന്തിനാ ഇതുപോലെ പണിയെടുക്കുന്നത്? ഇപ്പം വാഷിംഗ് മെഷീനിൽ തുണി അലക്കെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അത് പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, അണുക്കളെല്ലാം പോണെങ്കിൽ നല്ല വൃത്തിക്കും മെനക്കും അലക്കുകല്ലേ തന്നെ അലക്കണമെന്ന്. അല്ലാതെ ഇപ്പം ഞാൻ എന്താ ചെയ്യുക? ഏതായാലും ഒരു കുഞ്ഞിനെ ആറ്റുനോറ്റി കിട്ടാൻ പോവല്ലേ. അല്ല ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? ആ കുഞ്ഞ് വരുന്നതിന് മുമ്പ് തന്നെ നീ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കുക, അവളുടെ ചെന്ന് ചെക്കപ്പ് ചെയ്യുക. ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുണ്ടെന്ന് പോലും അറിയാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യം അല്ലേ അത് പ്രശ്നമൊന്നും ഇല്ലെന്നേ. കുഞ്ഞ് വയറ്റിലുണ്ട്. അത് അവക്ക് എല്ലാവർക്കും ഇപ്പൊ ഒരുപോലെ ആകണമെന്നൊന്നും ഇല്ലല്ലോ.
ഇപ്പൊ ഓക്കാനോ ഛർദിയും എല്ലാവർക്കും ഒരുപോലെ വരണമെന്നൊന്നുമില്ല. ഇപ്പം പല കുട്ടികൾക്കും അങ്ങനെയൊന്നും വരാറുമില്ല താനും. 5 6 മാസം കഴിഞ്ഞ് വയറ്റിൽ കുഞ്ഞ് ജനിച്ചിട്ട് അറിയുന്നവർ വരെയുണ്ട്. പിന്നെ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് മോഹിനി അങ്ങ് പോവാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ കനകമ്മ മാറി നിന്നിട്ട് കുഞ്ഞല്ല ഞാൻ പറയുന്നില്ല, അഹങ്കാരമല്ലേ, അഹങ്കാരത്തിന് കയ്യും കാലും മുളച്ച് നടക്കല്ലേ, കുഞ്ഞുണ്ടെന്നും പറഞ്ഞ് കാത്ത് കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കട്ടെ. ലാസ്റ്റ് കുഞ്ഞില്ലാതെ വരുമ്പോഴേക്കും ഇവിടെ ഒരു ബഹളം നടക്കും. അതിനു മുമ്പായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ആ പവിത്രയോട് പറഞ്ഞ് കയ്യിലാക്കണം. അവളാണെങ്കിൽ വെറും പൊട്ടിയ, അവളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കണം ഭീഷണിപ്പെടുത്തി. അതുവരെ പിടിച്ചു നിന്നേ പറ്റൂ. എനിക്ക് കഴിയാനുള്ളത് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കാം, അല്ലാതെ ഇവിടുത്തെ നക്കാപ്പിച്ച പൈസ കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി എന്താണ് വീണ്ടും കുത്തിത്തിരിക്കാനായിട്ടും ഗർഭമുണ്ടെന്ന് നടിക്കാനായിട്ടും ഒക്കെ നമ്മുടെ പവിത്രയോട് പോയി പറയുന്നുണ്ട്. പവിത്ര വല്ലാത്തൊരു സാഹചര്യത്തിലാണ്. ഇതേ സമയം നമ്മുടെ നിർമ്മല് നന്ദയുടെ അടുത്ത് വരികയും നന്ദയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതെത്രയും എത്രയും നാളിങ്ങനെ ഒളിപ്പിച്ച് വെക്കാനായിട്ട് പറ്റും? ഗൗരിമോളും തമ്മിലുള്ള ബന്ധം ഇതെന്തെങ്കിലും പുറത്ത് വിടണ്ടേ? അല്ലെങ്കിൽ അത് നന്ദേ നിനക്ക് തന്നെയല്ലേ ദോഷം ചെയ്യുന്നത്? അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുക, ഇത് എങ്ങനെയെങ്കിലും ഗൗതം സാറിനെ അറിയിക്കണം. സ്വന്തം അച്ഛൻ ജീവിച്ചിരുന്നിട്ടും ആ കുഞ്ഞിന് ആ അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും കിട്ടാതെ പോകുന്നത് അത് നമ്മൾ ആ കുഞ്ഞിനോട് ചെയ്യുന്ന ഒരു ക്രൂരതയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നന്ദ പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും അവൾക്ക് അമ്മ മാത്രം മതി, വേറെ ആരും വേണ്ട, അമ്മ ഉണ്ടല്ലോ അവൾക്കിപ്പം, അത് മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും നമ്മുടെ നിർമ്മലിനി സത്യങ്ങളൊക്കെ വിളിച്ചു പറയുമോന്ന് അറിയില്ല, കാത്തിരുന്ന് തന്നെ കാണാം. അതോ ഇനി അരുൺ എങ്ങനെയെങ്കിലുമൊക്കെ സത്യങ്ങൾ കണ്ടെത്തുവോ? അതല്ല, കുറെ സത്യങ്ങൾ കണ്ടുപിടിക്കാൻ കിടപ്പുണ്ട്. നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും 2 കുഞ്ഞുങ്ങളുമാണ് നന്ദുമോനും ഗൗരിമോളും. അപ്പം ഈ 2 സത്യങ്ങളും തെളിഞ്ഞു പറഞ്ഞെങ്കിൽ ഇനി ഏതായാലും കുറച്ച് ദിവസങ്ങളൊക്കെ എടുക്കായിരിക്കും. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പൊ ചിലവരൊക്കെ കമന്റ്സിൽ പറയുന്നുണ്ട്, അവിഹിതമായാണ് കഥ മുന്നോട്ടേക്ക് പോകുന്നത് എന്നൊക്കെ. ഇത് കഥയാണ്, കഥ മാത്രമായിട്ട് നമ്മൾ കാണുക, അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പം അതിൻ്റെതായ രീതിയിൽ കാണുക, അപ്പം അതിൻ്റെതായ രീതിയിൽ ആസ്വദിക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു നമ്മുടെ പുതിയൊരു കഥയായ ടീച്ചറമ്മ നമ്മൾ ഇടുന്നുണ്ട്. അത് നമ്മുടെ റിയൽ സ്റ്റോറി എന്ന് പറയുന്ന വേറൊരു ചാനലിലാണ് ഇടുന്നത്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ റിയൽ സ്റ്റോറി ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കിയാൽ മതി. കിട്ടിയില്ലെങ്കിൽ എന്നോട് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ മതി, ഞാൻ ലിങ്ക് തരാമേ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.